ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വിപ്പിംഗ് ക്രീം കിട്ടാത്തവർക്കും അതുപോലെ ബീറ്റർ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ മുട്ടവെള്ളം വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. മുട്ടവെള്ളം വെച്ചിട്ട് ബീറ്റർ ഇല്ലാതെ നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. മുട്ടവെള്ളം വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ വേണം. അതിപ്പോൾ സ്റ്റീലിൻ്റെ ആയാലും ഗ്ലാസിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഗ്ലാസ് ബൗൾ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ബൗൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യുന്നുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് കട്ടിയില്ലാത്ത ഗ്ലാസ് ബൗൾ ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എടുക്കുന്ന ബൗൾ ഏതായാലും അത് നനവൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വിസ്ക് ആണെങ്കിലും ഫോർക്ക് ആണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തില്ല. ഇനി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 3 മുട്ടയുടെ വെള്ളം പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് 2 മുട്ടയാണെങ്കിൽ 4 മുട്ടയാണെങ്കിൽ അത്ര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 മുട്ട വെള്ളം വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു മുട്ട വെള്ളയിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. മുട്ടവെള്ളം ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ടയുടെ മഞ്ഞ ഒരു തുള്ളി പോലും ഇതിലേക്ക് ചാടരുത് കേട്ടോ. അങ്ങനെ ചാടിയാൽ നമുക്ക് സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടത്തില്ല. പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അതുപോലെ 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗറിന് പകരം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്നുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിന് മുകളിലാണ് ഈ ഒരു ബൗള് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മുട്ടവെള്ളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് മെൽറ്റായി വരണം. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആവും. അങ്ങനെയാണ് വേണ്ടത്. പഞ്ചസാര ഇവിടെ നല്ലതുപോലെ മെൽറ്റായിട്ട് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ വലിഞ്ഞ് കിട്ടണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ല മാക്സിമം സ്പീഡ് എടുത്തിട്ട് പാത്രം ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് നല്ല സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഒരു 28-30 മിനിറ്റോളം എടുത്തു കേട്ടോ നല്ല സ്റ്റിഫായി വരാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈ നന്നായിട്ട് വേദനിക്കും. അങ്ങനെ വേദനിക്കുന്ന സമയത്ത് നമുക്കൊരു 2 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. കണ്ടിന്യൂസ്ലി ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഇലക്ട്രിക് ബീറ്റർ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇപ്പം മുട്ടവെള്ളം ഏകദേശം കുറച്ചും കൂടി ഒന്ന് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല തിക്കാകുന്നത് വരെ നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും സ്പീഡിൽ തന്നെ അതൊന്ന് തിക്കാകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടവെള്ളം വെച്ചിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാത്രം കമഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ടോ പോവാത്ത രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എത്രത്തോളം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം പെട്ടെന്നും അതുപോലെ നല്ല തിക്കായിട്ടുള്ള ക്രീം നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അതുപോലെ നമ്മൾ മുട്ടവെള്ളം എടുക്കുമ്പോൾ അതിലേക്ക് ഒട്ടും മുട്ടയുടെ മഞ്ഞ ചാടാനായിട്ട് പാടില്ല. പിന്നെ എടുക്കുന്ന ബൗളും അതുപോലെ വിസ്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത നമ്മുടെ വീഡിയോ ഈ ഒരു മുട്ടവെള്ളയുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു സിമ്പിൾ കേക്ക് ഐസിങ് ചെയ്ത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്യാനും ഫേസ്ബുക്ക് പേജായ മന്ന ഹോം മെയ്ഡ് കേക്ക്സ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അടുത്ത നമ്മുടെ മുട്ടവെള്ള ഐസിങ് കേക്കുമായിട്ട് ഞാൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.